ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പോട്ടിക്കറിയാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് പോട്ടി ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുള്ളവർക്കാണെങ്കിലും കുളുവിൻ്റെ വീട്ടിലെല്ലാവർക്കാണെങ്കിലും സൈക്കിൾ ബേബിക്കാണെങ്കിൽ പോലും ഭയങ്കര ഇഷ്ടമാണ് പോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ എപ്പോഴും കപ്പയും പോട്ടിയും കോമ്പിനേഷൻ ആയിട്ട് എടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ കപ്പ ഉണ്ടായില്ല. നല്ല കപ്പ ഇട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. അവിടെ ഇവിടെ കിടക്കുന്ന കപ്പ എനിക്കെന്തോ ചിലത് ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുമ്പോഴേക്കും നമുക്കത് അറിയാൻ പറ്റില്ല, പൊട്ടക്കപ്പ ഇരിക്കുവാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഈ പ്രാവശ്യം കപ്പ മേടിച്ചില്ല. പകരം വീട്ടിലുള്ള ബാക്കി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പുട്ട്, പൂരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സാധാരണ ഈ രീതിയിൽ തന്നെ ഞങ്ങൾ കപ്പയും പൂട്ടിയും ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പോട്ടിയുടെ കോംബോ വരുന്നത് പൂരി അല്ലെങ്കിൽ പുട്ട് ഇതായിരിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, സ്വന്തമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു രീതിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടായി കഴിയാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കാടാണ്. മൊത്തം കാട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇപ്പുറത്തെ പറമ്പ് മൊത്തം കാടായതുകൊണ്ട് പാമ്പിനെ പ്രതീക്ഷിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ജീവനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് പാമ്പ്, ചുരുളാമ്പ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര പേടി, രണ്ടിനും ഭയങ്കര പേടിയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അങ്ങനെയൊക്കെ കാണുമ്പോൾ ചില പാമ്പാണ് എന്ത് കണ്ടാലും അറിയില്ല. അപ്പോൾ അതിനിടെയാണ് ഞാൻ നോക്കണത്. അത് നിങ്ങൾ മൈൻഡാക്കണ്ട. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പൂട്ടിക്കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമല്ലോ, ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ റെഡിയാകും. ക്ലീനിങ്ങൊക്കെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന ക്ലീനിങ് എന്ന് പറയുന്നത് നല്ലപോലെ കഴുകാൻ മാത്രമാണ്. അവർ കട്ട് ചെയ്ത് പീസാക്കി തരുമ്പോൾ നമ്മൾ നല്ലപോലെ കഴുകുന്നു. പിന്നെ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ അതിൻ്റെ വേസ്റ്റ് ആയിട്ട് വന്നല്ലോ, അതായത് ലുക്ക് കാണുമ്പോഴേക്കും കറുത്തിട്ടൊക്കെ ഇരിക്കില്ല. അപ്പോൾ ഓൾറെഡി നമുക്കിത് കാണുമ്പോൾ തിന്നാൻ തോന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കറുത്ത് കറുത്തിരിക്കാൻ മതി. അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം പാമ്പ് കേട്ടോ, സോറി. അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകുക. നെയ്യ് കുറേ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് കളയുക. കാരണം ഓൾറെഡി കറിയിൽ ആവശ്യത്തിന് നെയ്യൊക്കെ ഉണ്ടാകും. അപ്പോൾ നെയ്യിൻ്റെ പീസ് കാണുമ്പോൾ നമ്മൾ മാറ്റണം, ആദ്യമേ തന്നെ കളയണം. അല്ലെങ്കിൽ കുക്കർ കുളമാകും, അങ്ങനെ പാത്രങ്ങൾക്ക് കുളമാകും. മാക്സിമം നെയ്യിൻ്റെ പീസ് നമ്മൾ കളയാൻ നോക്കുക. അത് ആവശ്യമില്ല, ഓൾറെഡി പൊട്ട നെയ്യാണ് നമ്മൾ കഴിക്കാൻ പാടുള്ള നെയ്യാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതേ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകി കളയുക, ക്ലീൻ ആക്കുക. പിന്നത്തെ പരിപാടി അരമണിക്കൂറിനുള്ളിൽ കഴുകുക. ഇത് വേഗമുള്ള താമസം മാത്രമേ കറിക്കുള്ളൂ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ് ഇത്. അതിനുശേഷം ഞാൻ നോക്കിയതിലേക്ക് പെട്ടെന്ന് പരിപാടി കഴിയുന്നു, കറി ഓക്കെ ആവുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നമ്മൾ നേരത്തെ കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം അത്താഴത്തൊക്കെ ഉണ്ടാവില്ലേ, അപ്പോഴാണ് നമുക്ക് ഈ പൊട്ടിക്കറിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തോന്നും. വീട്ടിൽ അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്ര പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യം പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ. പിന്നെ ഇല്ലേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, പാവക്കച്ചാറ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ആദ്യമായിട്ട് അച്ചാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാനും അമ്മച്ചി മാത്രം കൂട്ടുള്ള വിചാരിച്ചത്. പക്ഷേ പുള്ളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ പാവക്കക്കറിയൊക്കെ കിട്ടുമ്പോഴേക്ക് ആ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശർക്കര ഇട്ട് അതിന് മധുരം ഇട്ട് കൂട്ടി അത് മൊത്തത്തിൽ ഒരു വേറെ രീതിയാക്കുമല്ലോ. അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ശർക്കരയൊക്കെ ഇട്ട് കൂടിപ്പോകും, കുളമായി പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ശർക്കരയൊക്കെ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ശർക്കര മതിയായിരുന്നു. ആവശ്യത്തിനൊരു കയ്പും വേണമല്ലോ പാവക്കച്ചായ. ഇങ്ങനെ നമ്മൾ ഫുള്ള് മധുരിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആവശ്യത്തിനുള്ള മധുരവും കയ്പും എല്ലാമായിട്ട് നല്ല അച്ചാറായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി അന്നേ എടുത്തില്ല, ഉണ്ടാക്കിയിട്ട് ഇന്നലെയാണ് ഞങ്ങൾ കഴിക്കാനെടുത്തത്. ചോറിൻ്റെ കൂടെ എടുത്തപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. കൂടുതൽ ഇഷ്ടപ്പെട്ട സാധാരണ പുളു അങ്ങനെ ഓക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഓക്കെ പറയാറുള്ളൂ. സത്യൻ്റെ പല്ല് വരും ചളിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ വന്നപ്പോൾ അമ്മച്ചിൻ്റെ അടുത്തും പറഞ്ഞു, അമ്മച്ചി പാവക്കച്ചാറ് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടം, അക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ടു. അക്ഷയും കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അമ്മച്ചി കൊണ്ട് കൊടുത്തു നോക്കണം, അമ്മച്ചി എന്ത് പറയാൻ നോക്കണം. പിന്നെ എനിക്ക് കഴിച്ചപ്പോൾ എന്തോ പൊടിയുടെ അളവ് എന്തോ കൂടിയെന്ന് തോന്നി. പക്ഷെ അത് ആദ്യത്തെ പ്രശ്നമാക്കാനില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പാവക്ക് അച്ചാറെന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടായിരുന്നു. മട്ടിക്കില്ല, അതായത് മധുരം അധികം ഇല്ല, നല്ലതായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം എൻ്റെ പാവക്കച്ചാറിൻ്റെ. കാരണം കുളു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
മാക്സിമം നല്ലൊരു അച്ചാറായിരിക്കുള്ളൂ എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം പുള്ളി എല്ലാത്തിനും നോക്കി ആ കൊള്ളാം, ഇപ്പം നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം എന്നൊന്നും പറയില്ല. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്നൊക്കെ പറയുള്ളൂ. ഇതിപ്പോൾ കൊള്ളാമല്ല, നല്ല സാധനമുള്ള ആവശ്യത്തിനുള്ള മധുരമുള്ളൂ, കയ്പ്പൊക്കെ ആവശ്യത്തിനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയായി, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ എൻ്റെ അമ്മച്ചി നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറികൾ, മീൻ കറി, ചിക്കൻ കറി, അങ്ങനെ പല കറിയൊക്കെ ഉണ്ടാവില്ല. അപ്പം അമ്മച്ചി എന്തുണ്ടാക്കിയാലും ഞാൻ കുറ്റം പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടാത്ത രീതിയായിരിക്കുള്ളൂ ചിലപ്പോൾ അമ്മച്ചി നല്ല മെനക്കെട്ട് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ വായിക്ക് ആ ഒരു രുചി കിട്ടണമെന്നുണ്ടാവില്ല, എൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ അമ്മച്ചിനെ നെഗറ്റീവ് അടിക്കും. അപ്പം അമ്മച്ചിക്ക് ഒരു ദേഷ്യം കയറോട്ടെ, അതിൻ്റെ പണ്ടുകൾക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല, വേണമെങ്കിൽ തിന്നാമോ എന്നെല്ലാം പറഞ്ഞിരിക്കുമല്ലോ. അപ്പം എന്നിട്ട് അമ്മച്ചി സങ്കടപ്പെടുകയും ചെയ്തിട്ട് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിഞ്ഞാലും ഒക്കെ ഇതേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറയുമായിരുന്നു. അപ്പം എന്നിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്ക് അമ്മച്ചിയുടെ സ്റ്റൈൽ ഇഷ്ടമുണ്ടാകുമ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി എൻ്റെ ആവശ്യത്തിനുള്ള ടേസ്റ്റിനൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ കുക്ക് ചെയ്യാൻ പഠിച്ചത് തന്നെ. എനിക്കിഷ്ടത്തിലുള്ള രീതിയിൽ തിന്നുക, അപ്പോൾ ആ ഒരു ടേസ്റ്റ് മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് ഞാൻ കടന്നു വന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്നിപ്പോൾ അമ്മച്ച വിഷമിക്കണേൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് യൂട്യൂബ് നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കിയൊക്കെ ഉണ്ടാക്കി കുളുവിന് കൊടുക്കുമ്പോഴേക്കും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ മൈൻഡ് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മെനക്കെട്ട് ഉണ്ടാക്കിയതല്ലേ, എന്നിട്ട് കരക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമാവില്ല. അപ്പോൾ ഇപ്പം ഞാൻ അമ്മച്ചിയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കുന്നു. സാരില്ല, ഇവിടെ എൻ്റെ വായിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ബാക്കിയുള്ളവരും കൂടി സന്തോഷിപ്പിച്ചാൽ ശരിക്കും എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല നമുക്കത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ. പക്ഷേ ഈ പാവക്കച്ചാർ എന്തായാലും അടിപൊളിയാണ്. അതുപോലെ എനിക്ക് പൊട്ടിക്കറി ഞാൻ സ്വയം പൊക്കണല്ലോ കേട്ടോ, ഇതൊക്കെ നല്ല കറികളാണ്. ഇപ്പോൾ ഈ പാവക്കച്ചാർ എന്തായാലും ഭയങ്കരമായിട്ട് ഹിറ്റായിപ്പോയി. കാരണം കുളിനൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പൊട്ടിക്കറി ആരും കുറ്റം പറഞ്ഞിട്ട് വരില്ല, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടാണ് അതെങ്ങനെ തയ്യാറാക്കണം നോക്കുക. അരമണിക്കൂർ മാക്സിമം അത് വേകാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം പടപടാന്ന് കഴിയും. അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ നമുക്കിനി നേരെ കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പൊടികൾ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിലെടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർക്കാം. ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്ക് കറി കുറച്ച് റെഡ് കളറായിട്ടിരിക്കാനാണ് ഇഷ്ടം. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ കളറൊന്ന് കറുത്തിരിക്കും. മീൻസ് ആ ഒരു കുരുമുളക് ഇട്ട് കറി വെക്കില്ലേ, ആ ഒരു പരുവത്തിലേക്ക് ഇരിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം, എനിക്ക് കുറച്ച് റെഡ് കളറായിട്ടിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതിൽ കാശ്മീരി ചില്ലിയൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി പൊടികൾ വറുത്തെടുക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനമാണ് പോട്ടി. അപ്പോൾ ഞാൻ ഇവിടെ 2 കിലോ അടുപ്പിച്ച് വരുന്ന അളവിലാണ് പോട്ടി എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവിച്ച് മീൻസ് അതിൻ്റെ നെയ്യൊക്കെ ഊറ്റി കളയാൻ വേണ്ടിയിട്ട് ചുമ്മാ കഴുകി വൃത്തിയാക്കിയിട്ട് ആ പോട്ടി അങ്ങനെ തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ച്, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ചുമ്മാ 2 വിസിലടുപ്പിച്ചു. അതിനുശേഷം എയറൊക്കെ പോയപ്പോഴേക്കും ഞാൻ അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞു. കാരണം ചിലപ്പോൾ അതിനൊരു വൃത്തികെട്ടൊരു സ്മെല്ലുണ്ടാകും പോട്ടിക്കറിക്ക്, നമുക്കപ്പോൾ കഴിക്കാനും തോന്നില്ല. അപ്പോൾ നെയ്യ് കൂടുതലാകുമ്പോഴും അല്ലാണ്ട് പോട്ടിയുടെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് വിസിലടുപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കൂടുതൽ നെയ്യിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ നെയ്യെല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. നിങ്ങളിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ കറി മട്ടിക്കാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും, കൂടുതൽ നെയ്യ് ഉണ്ടാവില്ല, ആവശ്യത്തിനുള്ള നെയ്യ് മാത്രമേ കറിയിലുണ്ടാകുള്ളൂ. ഈ പൊടികളിങ്ങനെ വറുത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുക്കിംഗ് ഇപ്പോൾ തന്നെ കഴിയും. അപ്പോൾ നേരെ പച്ചപ്പൊടി ഇതിലേക്ക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വറുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതേപോലെ വറുത്ത് കഴിഞ്ഞാൽ പൊടി കുറച്ചും കൂടി കളറാകും, അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി നല്ല കളറായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലിപ്പത്തിലോ 2 ഇഞ്ച് വലിപ്പത്തിലോ, നിങ്ങൾക്ക് ഇഞ്ചിയുടെ അളവ് കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കറിക്ക് കുത്തുന്നുണ്ടാവില്ല, നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില,
ഈ പൊട്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സവാള വഴറ്റി സമയം കളയാനില്ലെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പ മാർഗ്ഗം. കാരണം പോട്ടി വേകുന്ന അത്രയും സമയം കൊണ്ട് ഇതിലിട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും വേകും. സോ നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് 4 സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച്, കാരണം നമ്മൾ ആദ്യം ഒന്ന് വിസിലടുപ്പിച്ച് ഊറ്റി കളഞ്ഞല്ലോ ഇതിൽ വെള്ളം. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കറി അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിനി അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ അതല്ലെങ്കിൽ അരമണിക്കൂറോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ വിസിൽ വന്നപ്പോഴേക്കും ഒരു അരമണിക്കൂറോളം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേവിച്ച് വെച്ചു. ഇത് നമുക്ക് പൊടികളൊന്നും മൊരിയിച്ചെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി സവാള നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ സവാള വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സവാളക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പ് ഇട്ടാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ മറ്റേതിൽ വേവിച്ച് വെച്ചിട്ടുള്ളതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ വാടി വന്നതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പോട്ടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പോട്ടിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാറ് കുറവാണെങ്കിൽ 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാം. ഈ സമയത്ത് കറിയുടെ ഉപ്പും എരിവും ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം. മസാല കുറവാണെങ്കിൽ കുറച്ച് മസാലയും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളമൊക്കെ തിളച്ച് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മസാലയുടെ മണം അങ്ങനെ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ 150% ഗ്യാരണ്ടി പറയുന്നു. കാരണം ഭയങ്കര രസമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചക്കായൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ അങ്ങനത്തെ അഡീഷണലായിട്ട് വേറെ പീസസ് ഒന്നും ഇടുന്നില്ല. ഓൺലി പൊട്ടി. അപ്പോൾ ഇപ്പം തന്നെ കൊതി വരുന്നത് കണ്ടിട്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഒഴിച്ച് കാണിക്കാത്തത്. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പും കൂടി കിട്ടും. എന്നാൽ കൂടുതലല്ല, ആവശ്യത്തിനൊരു ചെറിയൊരു, അത് കപ്പയും പോട്ടിയും കൂടി കഴിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കും വേണ്ടിയിട്ട് കുറച്ചും കൂടി രസം. അപ്പോൾ ഞാനിവിടെ കപ്പയില്ലാത്തതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല കപ്പയില്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കി വേറെ എന്തെങ്കിലും ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇന്ന് രാത്രി കഴിക്കാൻ എടുക്കുന്നത് പൂരിയുടെ കൂടെയാണ്. പൂരി എൻ്റെ കുളുവിന് പുട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് വേണ്ട, പൊട്ടിക്കറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 സാധനങ്ങളാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ പോണേന്. ചൂടൊക്കെ കുറഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഒന്നും കൂടി ചൂടാക്കി, കാരണം നെയ്യ് ആയതുകൊണ്ട് കട്ടയാകും. ഏത് കറിയാണെങ്കിലും കറി റെഡിയായിട്ട് ഉടനെ നമ്മൾ കഴിക്കുന്നതിൽ നല്ലത് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യണേന്. അപ്പോൾ ഇതേപോലെ വെയിറ്റ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പൂട്ടിയുടെ കാര്യത്തിൽ ചൂടാക്കി തന്നെ കഴിക്കണം. അതല്ലെങ്കിൽ നെയ്യ് കട്ടയായിട്ട് ഒരു ഓറഞ്ച് കളറൊക്കെ നമ്മുടെ കയ്യിലാകും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, എൻ്റെ കൈ കൊണ്ടുള്ള എക്സ്പ്രഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെൻ്റെ പൊട്ടിക്കറിയുടെ വീഡിയോ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ മാക്സിമം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, മട്ടിക്കില്ല. മാക്സിമം അതിൽ വരുന്ന നെയ്യൊക്കെ നമുക്ക് കളയുക. വേവിക്കുന്നതിന് മുന്നേ തന്നെ കുറേ കളയുക. അപ്പോൾ തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നെയ്യ് കൂടെ നമ്മുടെ കൈ മൊത്തം നെയ്യായിട്ട് ഭയങ്കര ശോകമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.